ഡൽഹിയിൽ രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ മടങ്ങി. മാധ്യമങ്ങളെ കാണാതെയാണ് തരൂർ മടങ്ങിയത്. 10 ജൻപഥിന്റെ പിന്നിലെ ഗേറ്റ് വഴിയാണ് മടങ്ങിയത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വിവാദ ലേഖനത്തിന് പിന്നാലെയാണ് രാഹുൽ തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും കൂടിക്കാഴ്ച നടത്തിയതും. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല, അല്ലേ? സുരേഷ്, ഏതാണ്ട് 2 മണിക്കൂറോളം ഈ ഒരു സമവായ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതായത് ഈ പ്രധാനമായിട്ടും കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ തരൂർ എഴുതിയ ലേഖനം, അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ച വിഷയമാണ്. ഇതിന് പിന്നാലെ ഈ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ഈ CPM അക്രമ രാഷ്ട്രീയത്തെ വിമർശിച്ച് തരൂർ സാമൂഹ്യ മാധ്യമത്തിലിട്ട ഒരു പോസ്റ്റ് അദ്ദേഹം തിരുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ നരഭോജി എന്നുള്ളൊരു പ്രയോഗം ആണ് അദ്ദേഹം തിരുത്തിയത്. അതായത് ഈ പെരിയയിൽ കൊല്ലപ്പെട്ട ശരത്ലാലിനും കൃപേഷിനും പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട FB പോസ്റ്റിൽ നരഭോജി എന്നൊരു പ്രയോഗം CPM-നെതിരെ നടത്തിയിരുന്നു. അത് അദ്ദേഹം തിരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം വലിയ പ്രതിസന്ധിയിലേക്കും വലിയ കലുഷിതമായ അവസ്ഥയിലേക്കും എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലതവണ KPCC അധ്യക്ഷൻ ശശി തരൂരുമായി സംസാരിച്ചു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് സംസാരിച്ചു. ഇതിനെല്ലാം ഉപരി AICC-യുടെ കേരളത്തിന് ചുമതലയുള്ള സെക്രട്ടറിമാരും തരൂരുമായി സംസാരിച്ചു. എന്നാൽ താൻ കൃത്യമായ വിവരങ്ങളുടെ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വ്യാവസായിക നയത്തെ പുകഴ്ത്തി ഒരു ലേഖനം എഴുതിയത് എന്നുള്ളതാണ് തരൂർ വ്യക്തമാക്കുന്നത്. അത് തിരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും തരൂർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിനെ വലിയ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ലേഖനങ്ങളുമായി പോയി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് കോൺഗ്രസ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.